പിന്നെ അതുപോലെ തന്നെ ഈ ജോബ് റിലേറ്റഡ് അല്ലാത്ത വീഡിയോസും എന്താ പറയുക, ഈ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും എല്ലാ വീഡിയോസും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതൊന്നും മറക്കരുത്. പിന്നെയും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. ഹലോ എവരിവൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് 2 ജോബ് അലേർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ പോയി ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിലൊരു ചെറിയ ജോബ് അലേർട്ടിൻ്റെ വീഡിയോ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെക്നോ പാർക്കിലെ ജോബ് അലേർട്ടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. സാധാരണ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോബ് അലേർട്ടിൻ്റെ വീഡിയോ ഇടാറില്ല. നമ്മളിട്ട സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി, ഡാറ്റ അനലിസ്റ്റിൻ്റെ വാക്കൻസീസ് വരുമ്പോൾ ചെയ്യാമോ, മെഡിക്കൽ കോഡിങ്ങിൻ്റെ ചെയ്യാമോ, പൈത്തണിൻ്റെ ചെയ്യാമോ, HR ചെയ്യാമോ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ജോബ് വെറുതെ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ ഇരുന്നിട്ട് ഞാൻ എന്താ പറയുക, അങ്ങനെ സ്ക്രോൾ ചെയ്യും ഞാൻ വാക്കൻസീസ് ഒക്കെ. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഞാൻ. അതായത് ഞാൻ എൻ്റെ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വെറുതെ രസമല്ലേ, ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നല്ല വല്ല ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാറാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വക പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ കമൻസിലുള്ള ജോബും കൂടി ഞാൻ നോക്കി. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കമൻസിൽ ചോദിച്ചിട്ടുള്ള ജോബിനെ കുറിച്ചിട്ടാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു 6 ജോബിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ്, അതായത് വാക്കൻസീസിന്റെ മുന്നേ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് കമൻസിൽ വന്നിട്ടുള്ള ജോബ് വാക്കൻസി പറയാമോ ചോദിച്ചിട്ടുള്ള ജോബ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഡാറ്റ അനലിസ്റ്റിനെ കുറിച്ച് ചെയ്യാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ അനലിസ്റ്റ് നോക്കി, പക്ഷേ 2-3 വാക്കൻസീസ് ഉണ്ട്. പക്ഷെ എനിക്കത് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ HR ഉണ്ട്. പിന്നെ മെഡിക്കൽ കോഡറിൻ്റെ ഇതേപോലെ ഞാൻ ഒരെണ്ണം ഉള്ളതിൽ നല്ലത് ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഡിറ്റിൻ്റെ കാണാനില്ല. അതുപോലെ പൈത്തണിൻ്റെ കുറേയായി ഞാൻ എന്താ പറയുക, എൻ്റെ ജോബ് വാക്കൻസിയുടെ വീഡിയോ, എൻ്റെ റെസിഗ്നേഷൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ഓഫീസിലെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പൈത്തൺ ജാവ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക വാക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പം അത് ഞാൻ എന്താ പറയുക കമൻസിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കാരണം കുറച്ച് പ്രയോറിറ്റി അതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ BSW ഫ്രഷറിൻ്റെ ഒരു വാക്കൻസി ഞാൻ കണ്ടില്ല. ഇത്രയാണ് നമ്മുടെ കമൻസിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് വാക്കൻസി പറയാമോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കുറച്ച് വാക്കൻസി പ്രയോറിറ്റി കൊടുത്തിട്ട് ഫസ്റ്റ് ഞാൻ അത് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എന്താ പറയുക വാക്കൻസീസ് ഞാൻ പറയാം. അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു 95% നമ്മുടെ ഇൻഫോ പാർക്കിൽ വരുന്ന വാക്കൻസീസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇന്റേൺ ഫ്രഷർ ആയിട്ടും അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്റേൺ ആയിട്ട് കുറേ വാക്കൻസീസ് കാണാനുണ്ട്. ഇന്റേൺഷിപ്പ് നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പേയ്മെന്റ് നമുക്ക് ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു 3 മാസം 6 മാസം നമുക്ക് വർക്ക് ചെയ്യാം, വിത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. പിന്നെ വേറൊരു ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഒരു കോൺട്രാക്ട് ബേസ് പോലെ അല്ലെങ്കിൽ 6 മാസം പോലെ നമുക്ക് വർക്ക് ചെയ്യാം ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ 1 ഇയർ വർക്ക് ചെയ്യാം. കുറച്ച് സാലറി ഉണ്ടാവുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഇൻഫോ പാർക്കിൽ തന്നെ. അപ്പോൾ ഇൻഫോ പാർക്ക് ഞാൻ ഓൾറെഡി പറയുന്നത് അധികം ഫേക്ക് ആയിട്ട് ഇൻഫോ പാർക്കിൽ വാക്കൻസീസ് വരില്ല. കാരണം അവിടുത്തെ ഒരു HR മെയിൽ ID ആണ് അവർ തരിക, അല്ലെങ്കിൽ അവിടുത്തെ HR കോൺടാക്ട് നമ്പറാണ് തരിക. അപ്പോൾ അതങ്ങനെ ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആ ഒരു വാക്കൻസി ഞാൻ ഇവിടെ പറയുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഫോണിലാണ് ഞാൻ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്, അതാണ് ഇടയ്ക്ക് ഞാൻ ഫോണിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാക്കൻസി കാണുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് ക്യാഷ് കൊടുത്തിട്ടുള്ള ഇന്റേൺഷിപ്പിന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക.
അല്ലെങ്കിൽ നോർമലായിട്ടുള്ള നോക്കുന്ന ഇന്റേൺ ആണെങ്കിൽ നോക്കുക. അപ്പോൾ ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ആദ്യം പറയണത് എന്താ പറയുക, നമ്മുടെ കമൻസിൽ വന്നിട്ടുള്ള വാക്കൻസീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ പൈത്തൺ ഡാറ്റാ സയൻസ് ട്രെയിനറാണ് കേട്ടോ, നോക്കണം ട്രെയിനറാണ്. അതിൽ 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 1 year to 2 year എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇൻഫോ പാർക്കിൽ വരുന്ന വാക്കൻസിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ HR മെയിൽ ID വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ച് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ജാവ ഡെവലപ്പറാണ്. അതിന് ഒരു കോൺട്രാക്ട് വർക്കാണ്, പെർമനൻറ്റ് ജോബ് അല്ല. അത് വരുന്നത് എന്താ പറയുക 6 months ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആണ് ഈ ഒരു വർക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇൻഫോ പാർക്ക് തന്നെയാണ്. പക്ഷെ ഇവർ പറയുന്നത് റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. 5 year ഓഫ് എക്സ്പീരിയൻസ് വേണമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഒരു IT സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് ഇൻഫോ പാർക്കിൽ തന്നെയാണ് വരുന്നത്. ഇനി ഡിഗ്രി ആണ് അവർ പറയുന്നുണ്ട്. ഇനി ഡിഗ്രി ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അതും ഈ ഒരു കമ്പനിയിൽ തന്നെയാണ് ഒരു വാക്കൻസി വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ കോഡറിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. ആ ഒരു മെഡിക്കൽ കോഡറിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ് 1 to 4 year ആണ് എക്സ്പീരിയൻസ് അവർ പറയുന്നത്. അവർക്കൊരു ഹോസ്പിറ്റൽ കോഡിംഗ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് 1 to 4 year എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേഗം അപ്ലൈ ചെയ്യുക. CV ഒക്കെ നല്ല രീതിയിലുള്ള ഒരു CV ആക്കിയിട്ട് അപ്ലൈ ചെയ്യാട്ടോ. വെറുതെ നമ്മൾ എന്താ CV ഒന്നും നല്ല CV അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് അപ്ലൈ ചെയ്തിട്ട് വലിയൊരു കാര്യമില്ല. അപ്പോൾ CV ഒക്കെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരുത്തിയതിന് ശേഷം എന്താ പറയുക അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പൈത്തൺ ഡെവലപ്പറിൻ്റെ ഫ്രഷറിൻ്റെ ഒരു വാക്കൻസി ഉണ്ട്. കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഫ്രഷർക്ക് അപ്ലൈ ചെയ്യാം. കരിയർ ഗ്യാപ്പ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. കുറേ പേര് എന്നോട് ചോദിക്കുന്നു, ചേച്ചി ഈ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ ഇഷ്യൂ ആണോ? സാധാരണ അത് ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഈ ഒരു കമ്പനിയിൽ പറഞ്ഞ ഫ്രഷർ അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് ഉള്ള ആൾക്കാർക്കും കുഴപ്പമില്ല. എനി ഡിഗ്രിയിലുള്ള ആർക്ക് വേണമെങ്കിലും പൈത്തൺ ഇന്റേൺ ആയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ HR വാക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ്. HR വാക്കൻസി ഉണ്ട്. അതിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത് 2 year to 3 year എക്സ്പീരിയൻസ് മിനിമം വേണമെന്ന് പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വേണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫീൽഡിൽ എന്തായാലും എന്താ പറയുക എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു HR എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേ സെയിം കമ്പനിയിൽ തന്നെ എന്താ പറയുക HR ഇന്റേൺ ആയിട്ട്, അതായത് ഫ്രഷർ ഗ്രാജുവേറ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സെയിം കമ്പനിയിൽ തന്നെ HR എക്സിക്യൂട്ടീവും അതുപോലെ HR ഇന്റേണും കേട്ടോ. ഈ ഇന്റേൺ എന്താ പറയുക, അവർ കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. സാധാരണ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു വാക്കൻസിയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ ഒരു നോർമൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷറായിട്ട് അവിടെ കയറാമെന്ന് പറയുന്നുണ്ട്. പേയ്മെന്റോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് HR ഒക്കെ വാക്കൻസി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ല അപ്ലൈ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന എന്താ പറയുക വാക്കൻസീസ് പറയാം. പിന്നെ വരുന്ന ആൻഡ്രോയിഡ് ഡെവലപ്പറിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്പറാണ് പോസ്റ്റ് വരുന്നത്. കൊച്ചി ഇൻഫോ പാർക്കിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 3 years ഓഫ് എക്സ്പീരിയൻസ് വേണം. ഓക്കെ,
പിന്നെ വർക്ക് ഫ്രം ഹോം ആണ്, അതായത് ഒരു ഓൺലൈൻ ട്യൂട്ടർ എന്നുള്ള ഒരു ജോബാണ് കേട്ടോ. നമുക്ക് ഈ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക, നമുക്കിപ്പോൾ കോഡിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിനേഴ്സൊക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് ആ ഒരു ഇതിൽ കേട്ടോ. അപ്പോൾ ഇത് വരുന്ന ഇൻഫോ പാർക്കിലാണ്. ഒരു ഫ്രീലാൻസ് വർക്കിംഗ് സ്റ്റൈൽ ഓഫ് വാക്കൻസിയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 തരം വാക്കൻസി വരുന്നുണ്ട്. ഒന്ന് അറബിക്കിലൊരു വാക്കൻസി ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ ഫോൺ നോക്കും കാണില്ല, അത് ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. എവിടെ 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 അറബിക്കല്ല കേട്ടോ, തമിഴാണ് കേട്ടോ. തമിഴാണ് പറയുന്നത് ഇവര്. അതിൽ നേരത്തെ നോക്കിയപ്പോൾ എന്താ പറയുക, അറബിക്ക് കണ്ട പോലെ തോന്നിയത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ തമിഴും ഇംഗ്ലീഷും ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്തൊന്നും കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തമിഴും ഇംഗ്ലീഷും നല്ല പക്ക ഫ്ലുവൻ്റ് ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ, വർക്ക് ഫ്രം ഹോം നോക്കുന്ന ഒരാളാണെങ്കിൽ, ഓൺലൈൻ ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലിങ്ക് വേണമെങ്കിൽ താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഡാറ്റാ സയൻസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഡാറ്റാ സയൻസിന് ഞാൻ ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 2-3 എന്താ പറയുക വാക്കൻസി, 2-3 നല്ല കുറേ വാക്കൻസീസ് ഇതിൽ കാണാനുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 year 2 year ആണ് അതിനൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. പൈത്തണിലും കേട്ടോ, ജാവ ഡെവലപ്പറിലും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്ട് വർക്കാണ് വരുന്നത്. പിന്നെ IT സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻഫോ പാർക്കിൽ ഫ്രഷറിനാണ് അവർ നോക്കുന്നത്. എനി ഡിഗ്രി ആണ് കേട്ടോ, എനി ഡിഗ്രി ആണ് ഇവർ പറയുന്നത്. പിന്നെന്താ, പിന്നെ അക്കൗണ്ടന്റ് ഇന്റേൺസിന്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. ഈ ജാവ അതുപോലെ പൈത്തണൊക്കെ ഒരുപാട് വാക്കൻസി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ കുറേ വാക്കൻസി ഉണ്ട് കണ്ടോ, കുറേ വാക്കൻസി ഞാൻ ഇന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നത്തെ വാക്കൻസീസാണ്. ഇതിന്ന് ഞാൻ സോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി സോർട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, പക്ഷെ എന്നാലും ഇതിന്ന് വീണ്ടും സോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്ലൈ ചെയ്യുക. ഓക്കെ. പിന്നെ അക്കൗണ്ടന്റ് ഇന്റേൺസിന് ആവശ്യമുണ്ട് കേട്ടോ. ഇൻഫോ പാർക്കിലാണ്, ഫീമെയിൽസ് ഓൺലി ആണ് കേട്ടോ. അപ്പോൾ പെൺപിള്ളേർക്ക് എന്താ പറയുക, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രഷർ ആയിട്ട് ജോബ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇൻഫോ പാർക്കിനകത്ത് ജോബ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ചോദിക്കാം, കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ അധികം ലാഗ് ചെയ്യിക്കാറൊന്നുമില്ല ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം ജോബ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ജോബ് കിട്ടട്ടെ എന്നുള്ള മൈൻഡ് തന്നെയാണ് എനിക്കും. കാരണം ഞാനും കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ജോബിനൊക്കെ കയറിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഈ ഒരു അക്കൗണ്ടന്റിന്റെ വാക്കൻസി, അതായത് അക്കൗണ്ടന്റ് ഇന്റേൺ ഫീമെയിൽസ് ഓൺലി ഫ്രഷറിന്റെ വാക്കൻസി വരുന്നത് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആണെങ്കിൽ കയ്യിൽ കിട്ടിയ പാടെ തന്നെ ജോബിന് അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നമുക്കായിരിക്കും ആ ഒരു വാക്കൻസി കിട്ടുക. കാരണം ഇമ്മീഡിയറ്റ് ആയിരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് CVs ഒന്നും എന്താ പറയുക കിട്ടാൻ വേണ്ടി കാത്തിരിക്കില്ല. അപ്പോൾ ഉള്ള CV വെച്ചിട്ട് അവർ അതൊന്ന് സോർട്ട് ചെയ്തിട്ടായിരിക്കും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ജോബിന് അപ്ലൈ ചെയ്യുക കേട്ടോ. മെഡിക്കൽ കോഡറിൻ്റെ വാക്കൻസി ഞാൻ പറഞ്ഞതാണ്. മെഡിക്കൽ കോഡറിൻ്റെ ഒക്കെ വാക്കൻസി ഞാൻ വേറെ ചെയ്യാം, നല്ല വാക്കൻസീസ് വരുമ്പോൾ ചെയ്യാം. പക്ഷെ ഇപ്പോൾ എനിക്ക് അധികം നല്ലൊരു വാക്കൻ്റ് ആയിട്ട് തോന്നിയില്ല. ഉള്ളതിൽ നല്ലതാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡൈനാമോഡ് പോലത്തെ കമ്പനീസിലൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കുക. കോഡിംഗ് ആണെങ്കിൽ ഓക്കെ, കോഡിങ്ങിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ നല്ലതാണ്. പുറത്ത് പോകാനൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത് നല്ലൊരു ഫീൽഡാണ് കേട്ടോ, അല്ലെങ്കിൽ അത് നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ HR ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. HR ഇന്റേണിൻ്റെ പറഞ്ഞു, പൈത്തണിൻ്റെ പറഞ്ഞു, ജാവ പറഞ്ഞു, മെഡിക്കൽ കോഡർ പറഞ്ഞു, അക്കൗണ്ടന്റ് ഇന്റേൺ പറഞ്ഞു, ആൻഡ്രോയിഡിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ, ഫ്രീലാൻസിൻ്റെ പറഞ്ഞു. ഇതൊക്കെ എവിടെയാണ്, ഇൻഫോ പാർക്കിനകത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ വേഗം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം അങ്ങനെ കമൻസ് ഒക്കെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായ, പക്ഷെ ഇങ്ങനെ കമൻസ് ഒക്കെ വന്നപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നി വീഡിയോ. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തതാണ്. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ജോബിന് അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് സബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് കാണുന്ന ഒരു
എന്താ പറയുക ആൾക്കാരൊന്നും അധികം ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ കാണുന്ന സമയത്താണ് ഞാൻ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള എന്തിനാണ്, മുന്നത്തെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ഏത് ജോബാണ് അതാണ് ഞാൻ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ജാവ അതുപോലെ തന്നെ ഈ പൈത്തണിൻ്റെ ഒക്കെ വാക്കൻസി 5-6 വാക്കൻസീസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. ലിങ്ക് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ജോബ് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് ചെയ്യുന്നതായിരിക്കും. ജോബ് മാത്രമല്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടിനെയും മാത്രമാണ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എന്താ പറയുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്, നിങ്ങൾ സബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ജോബ് റിലേറ്റഡ് അല്ലാത്ത വീഡിയോസും എന്താ പറയുക ഈ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും എല്ലാ വീഡിയോസും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതൊന്നും മറക്കരുത്. പിന്നെയും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ബൈ.